ഹായ്, കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുവാണ്. എൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ അങ്കമാലി മീൻ കറി എന്ന് വെച്ചാൽ അങ്കമാലി മാങ്ങ ഇട്ട മീൻ കറി. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാനിത് പരീക്ഷിച്ച് നോക്കി. അത് വിജയിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം ഞാൻ ഓർത്തു ഒരു വീഡിയോ എടുക്കാമെന്ന്. ചിലപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന വീഡിയോ ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ടു മേക്ക്. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചമാങ്ങ വേണം. പച്ചമാങ്ങ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ 2-3 പച്ചമുളക്, അത് എരിയുടെ ഇതുപോലെ, കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത്, കുറച്ച് ചെറിയ ഉള്ളി. അതിപ്പോൾ ഞാനിവിടെ ഒരു 15-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും നീളത്തിലരിഞ്ഞത്. ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ വിനാഗിരി, പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതെല്ലാം കൂടി നമ്മൾ കൈ വെച്ച് നല്ലതായിട്ട് ഞരടിയെടുക്കണം. ആ ഒരു മിക്സിങ്ങിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫുൾ കൈയൊക്കെ സോപ്പിട്ട് വാഷ് ചെയ്ത് എന്നിട്ടാണ് എല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്തത്. പിന്നെയും കൈ വാഷ് ചെയ്തു. ഇപ്പോൾ എന്നിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 2-3 മിനിറ്റ്, ഒരു 3 മിനിറ്റോളം ഞാൻ അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈ വെച്ച് നല്ലതായിട്ട് ഞരടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനൊരു ചെറിയ തേങ്ങയുടെ പാലെടുത്തിട്ട് അതിലൊരു 2 ഇരട്ടിയോളം വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്തിലിട്ട് ഒഴിക്കുക. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ അടുത്ത് ആഡ് ചെയ്യുന്നത് കുറച്ച് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് അത് കുറച്ചൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് കട്ടിയായിട്ട് കിട്ടും ഗ്രേവി. പിന്നെ അടുപ്പ് ഓണാക്കി അതൊന്ന് തിളക്കട്ടെ. തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. എന്നിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാൻ. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്കിതിൻ്റെ ലാസ്റ്റിൽ നമുക്കൊന്ന് കടുക് വറുത്തിടണം. അപ്പോൾ അതിന് കുറച്ച് കൊച്ചുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് വരാം. ഇത് വിട്ടുന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് തിളയ്ക്കണം. തിളച്ചൊന്ന് കുറുകി വരണം. എന്നിട്ടേ നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർക്കത്തുള്ളൂ. അബദ്ധം പറ്റി. ഞാൻ വീഡിയോ ആണെന്ന് പറഞ്ഞ് ഞാൻ പ്രസ് ചെയ്തത് ഫോട്ടോയിലായിരുന്നു. എൻ്റെ ഒരു ഫോട്ടോ മാത്രമേ വന്നുള്ളൂ. ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ എൻ്റെ മോനാണ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് വീഡിയോ ഓൺ അല്ല എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തത് ചൂര മീൻ കഷ്ണങ്ങളാണ്. ഫോട്ടോ ഉള്ളത് കൊണ്ട് ഫോട്ടോ കാണിക്കാം. ഇവിടെ ഞങ്ങൾ US രാജകോടക എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമുക്ക് ചൂരയുടെ ഇത് നല്ല ക്യൂബ് ആയിട്ട് കട്ട് ചെയ്ത് നല്ല അടുക്കി ഫ്രോസണായിട്ടാണ് കിട്ടുക. ഫ്രഷും കിട്ടും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അതിപ്പോൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് പോയി. വീഡിയോ ഓൺ ആക്കാത്തത് കൊണ്ട് അതിൽ വന്നില്ല. ഇതാ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ക്യൂബായിട്ട് ആണ് കിട്ടുന്നത്. അപ്പം ഞാൻ
നല്ല ഒന്ന് കുറുകി വന്നപ്പോഴാണ് മീൻ കഷ്ണങ്ങൾ ചേർത്തത്. ഇനി അതൊരു 8-10 മിനിറ്റ് കൊണ്ട് മീൻ കഷ്ണങ്ങൾ വേവും. നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ അങ്കമാലി ഫിഷ് കറി ഞാനുമായിട്ട് ആക്ച്വലി ഒരു ബന്ധമില്ല. കാര്യം ഞങ്ങൾ ട്രിവാൻഡ്രം കൊല്ലം ബോർഡറിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞാൻ ഇതുവരെയും അങ്കമാലി ഫിഷ് കറി കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടമായിട്ട് ഈസി ആണല്ലോ എന്ന് വെച്ച് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് ആകെ അങ്കമാലിയായിട്ട് കണക്ഷൻ ഉള്ളത് നമ്മുടെ രേവതിയുടെ കിലുക്കം മൂവിയിലെ അങ്കമാലി അമ്മാവനും പിന്നെ ഞാൻ PGക്ക് തൃശ്ശൂർ ഹോസ്റ്റലിൽ പഠിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സരിക. അവളുടെ വീട് അങ്കമാലിയാണ്. ആ 2 കണക്ഷൻ മാത്രമേ എനിക്ക് അങ്കമാലിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇത് അപ്ലോഡ് ആവുമോയെന്നൊന്നും അറിയില്ല, ചെയ്യുമോയെന്നൊന്നും അറിയില്ല. എന്നാലും അങ്ങനെ ഒരു അങ്കമാലി ഫിഷ് കറി ഫസ്റ്റ് വീഡിയോ ആയ സ്ഥിതിക്ക് അങ്ങനെ കുറച്ചും കൂടെ ഡീപ്പർ കണക്ഷനായി വരുന്നു എന്ന് പറയാം. ഒരു 2 ദിവസം മുന്നേ ഇതുണ്ടാക്കി അതിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോടും പറഞ്ഞു, ഈസി ടു മേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല, ഇനി ഒന്ന് വിളിച്ച് ചോദിക്കണം. എന്തായാലും അങ്ങനെ അങ്കമാലി ഫിഷ് കറി ഓൺ ദ വേ ആണ്. അപ്പോൾ അത് വേവട്ടെ, ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ഒരു 8-9 മിനിറ്റായി. മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ചാറുമൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിരുന്നു, ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്. നമുക്കിതൊന്ന് താളിച്ചിടണം, കടുക് വറുത്തിടണം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, പിന്നെ കറിവേപ്പില ആക്ച്വലി ഫിഷിൽ കറിയിൽ ചേർക്കേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി. അതും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി, നമുക്ക് കടുക് ഇടാം. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇടാം. ഒന്ന് മൂത്ത് വരണം. മൂത്ത് വന്നു തുടങ്ങി നമുക്കതിലേക്ക് വറ്റൽമുളക് ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുവാണെങ്കിൽ ഒരു കളറ് കിട്ടും. അത് താളിച്ചിടാം. ഇത് എൻ്റെ മക്കളിന്ന് കളിക്കുന്നുണ്ട്, ഞാൻ അവരോട് മിണ്ടരുത്, ഒച്ച ഉണ്ടാക്കില്ലെന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കുക. ഇത് നല്ല മൂത്തു. കറിവേപ്പില ഇടുക. ഇവിടെ എൻ്റെ കറിവേപ്പിൻ്റെ ഒരു ഫ്രഷായിട്ട് എടുത്തിടാം. കുറച്ച് ഇത് മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ലാസ്റ്റിൽ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എരിയും ഒന്നുമല്ല, ജസ്റ്റ് ആ ഒരു കളർ കിട്ടാം. അത്രേ ഉള്ളൂ. മൊത്തം ഇനി നമുക്ക് കടുക് വറുത്ത് വെച്ചിരുന്ന അതും കൂടി ചേർക്കാം. ഇനി ഇരുന്ന് അത് വറ്റണ്ട, ഓൾറെഡി അത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. സോ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിങ്ങനെ കടുക് വറുത്തത് ഇട്ടിട്ട് കുറച്ച് നേരം അതൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. നമ്മുടെ അങ്കമാലി മീൻ കറി റെഡിയായി. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റായി അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കാം. കണ്ടോ, ഇവിടെ അങ്കമാലി മീൻ കറി റെഡി. പിന്നെ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. കഴിച്ച് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് വീഡിയോ ആണ്, എങ്ങനെയുണ്ടെന്ന് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എൻ്റെ കുഴപ്പങ്ങളൊക്കെ കാണുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ പേര് എൻസി. ബൈ ബൈ.